നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന, രാഷ്ട്രീയ പാർട്ടിയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന മറ്റൊരു അവരുടെ യുവജന സംഘടനയും നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴെന്താണ് വയനാട്ടിലെ വീടുകൾക്ക് വിള്ളൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഇതുവരെ ചെയ്ത എല്ലാ പരിശ്രമങ്ങളെയും വെള്ളത്തിൽ വരച്ച വര പോലെയാക്കാൻ ശ്രമം നടത്തുകയുമാണ് ഈ പറയുന്ന രണ്ട് ടീമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDFനെ മൊത്തം കുറ്റം പറയുന്നില്ല, കാരണം മുസ്ലിം ലീഗ് അവരുടേതായ വീടുകളുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പണി മര്യാദയ്ക്ക് നടക്കുന്നില്ല എന്നറിയാം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ SIR പോലെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്ന അതിഥി തൊഴിലാളികളായിട്ടുള്ള സാധാരണക്കാർക്ക് സ്വന്തം വോട്ടവകാശം നഷ്ടപ്പെടും എന്നുള്ള ഒരു തോന്നലുണ്ടായതിനെ തുടർന്ന് ഇവിടുത്തെ എല്ലാ ഭായിമാരും അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതിഥി തൊഴിലാളികളും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോയി അവരുടെ നാടുകളിലേക്ക് പോയി. അതോടുകൂടി നമ്മുടെ നിർമ്മാണ മേഖലയിലും ഹോട്ടൽ മേഖലയിലടക്കം വലിയ തോതിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാരണമാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്പം മന്ദഗതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവിടെ വിള്ളലുകൾ കണ്ടെത്തിയിരിക്കുന്നു. അതിനകത്ത് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരേക്കാൾ പ്രശ്നം കോൺഗ്രസിനാണ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനാണ് എന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇതിനെ വല്ലാതെ അങ്ങ് എടുത്ത് നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നത്? നമുക്കറിയാം, ഇവിടെ DYFI എന്ന് പറയുന്ന ഒരു സംഘടന 25 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും എന്ന് പറയുന്ന ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചപ്പോൾ തൊട്ട് അടുത്ത സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വ്യക്തി ഒരു ഡയലോഗ് വീശുന്നു, ഞങ്ങൾ 30 വീടുകൾ പൂർത്തിയാക്കി കൊടുക്കും എന്നാണ് പറഞ്ഞത്. അതായത് DYFI പറഞ്ഞതിനേക്കാൾ 5 വീടുകൾ കൂടി ഞങ്ങൾ അധികം വെച്ച് കൊടുക്കും എന്ന് പറയുന്ന ഒരു മത്സരബുദ്ധി നല്ലത് തന്നെയാണ്. കാരണം വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മത്സരബുദ്ധി എപ്പോഴും നല്ലതാണ്. കാര്യം 5 പേർക്കെങ്കിൽ 5 പേർക്ക് കൂടുതലായി വീട് കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ആൾക്കാർ അതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള ആരോഗ്യകരമായ ഒരു മത്സരമായിട്ട് തന്നെ കണ്ടു. എന്നാൽ ഇതിൻ്റെ പേരിൽ പണപ്പിരിവുകൾ നടത്തി പല മണ്ഡലം കമ്മിറ്റികളും അവരാൽ കഴിയുന്നത്രയും പണം പിരിച്ചു നൽകുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം കൃത്യമായി അക്കൗണ്ടിൽ എത്തി, അല്ലെങ്കിൽ ഇതുമായി ചില സംശയങ്ങൾ ഉയർന്നതോടുകൂടി ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതെന്ന് 88 ലക്ഷം രൂപയുടെ കണക്കുകളാണ് അവതരിപ്പിച്ചത്. അവിടെയും വ്യക്തത കുറവുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പണി കൊടുക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. ഒരു പെണ്ണ് കേസ് വന്നപ്പോൾ ഒരു പെണ്ണ് കേസ് ഉയർന്നു വരുന്നു, ആ പെണ്ണ് കേസിൽ പെടും എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് രാജിവെച്ച് മാറി നിന്നു. ഇതോടുകൂടി പണി മുഴുവൻ OJ ജനീഷ് എന്ന് പറയുന്ന ഒരാളുടെ തലയിലേക്ക് എത്തി. OJ ജനീഷ് ഇതിനു മുൻപ് തന്നെ ഏകദേശം 18 ലക്ഷം രൂപ മുക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ DCCയിൽ തന്നെയുള്ള ഒരു പ്രവർത്തകൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അത്തരം ആരോപണങ്ങളിൽ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് OJ ജനീഷ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമേതുമില്ല. അപ്പോൾ 30 വീടുകൾ എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്തില്ല. ആ OJ ജനീഷ് വന്നതിന് ശേഷം പറഞ്ഞ എന്താണ്, ഞങ്ങൾ 30 വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങളുടെ കയ്യിൽ 1,05,00,000 രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. നല്ല കാര്യം, 1,05,00,000. അപ്പം ആലോചിച്ച് നോക്കൂ, 88 ലക്ഷം എന്നുള്ളത് വീണ്ടും ഒരു ഏകദേശം ഒരു 20 ലക്ഷത്തോളം രൂപ കൂടി അധികപ്പറ്റ് കണക്കാക്കിക്കൊണ്ടാണ് OJ ജനീഷ് ഈ ഒരു കണക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശം വരുന്ന ഒരു രീതി. അപ്പോൾ ഈ രീതിയിൽ ഇനിയിപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ OJ ജനീഷ് പറഞ്ഞു, സർക്കാരിൻ്റെ വീടുകൾ വരുമ്പോൾ ഞങ്ങളുടെ വീടും അവിടെ ഉണ്ടാകും. വന്നോ? ഇല്ല. സർക്കാരിൻ്റെ വീട് അവിടെ ഉണ്ടാകുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ വീടില്ല. 51 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 50 ദിവസങ്ങൾ, അതായത് അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്ന് നാടകം കളിച്ച് പോയിട്ട് 50 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ 50 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതിനിടയ്ക്ക് VD സതീശൻ വന്നൊരു കള്ളം പറഞ്ഞിട്ട് പോയി, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി, നിങ്ങളാരും അറിഞ്ഞില്ലേ എന്ന് മാധ്യമങ്ങളോട് ചോദിച്ചു. ഞങ്ങളവിടെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. എവിടെ? കുന്നംപറ്റയിൽ. പിള്ളേരിപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലം ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി, നിങ്ങളാരും അറിഞ്ഞില്ലേ എന്നാണ് ആ ചോദ്യം. കള്ളമായിരുന്നില്ലേ? കള്ളമാണ് എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടില്ലേ? ഇപ്പോഴെന്താണ് പുതിയൊരു രീതി? അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അസംബന്ധമാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് കോൺഗ്രസിൻ്റെയും
യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരു ആവശ്യമാണ്. അതിനുള്ള ചട്ടുകമാണ്, അല്ലെങ്കിൽ മൂത്ത കോൺഗ്രസിൻ്റെ കയ്യിലുള്ള ചട്ടുകമാണ് OJ ജനീഷ് എന്ന് പറയുന്ന യൂത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. അതായത് ഇപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവതാളത്തിലായല്ലോ, അത് എങ്ങനെയെങ്കിലും ഇനിയും അങ്ങോട്ടും ഇതിനെ അവതാളത്തിലാക്കുക എന്നുള്ളതാണ് അവർ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം പാകപ്പിഴകളുണ്ട് എന്ന് വരുത്തി തീർക്കുക, അതിന് ചില മാധ്യമങ്ങളെ, വലതുപക്ഷ മാധ്യമങ്ങളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ഒരു പ്രതീതി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ രീതി വ്യാപകമായ പ്രചരണം നടത്തുക. 100 സീറ്റിൽ ഞങ്ങൾ വിജയിക്കും, അതായത് ഇപ്പോഴും UDF സംവിധാനം അല്ലെങ്കിൽ കോൺഗ്രസ് കരുതുന്നത് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി 100 or 80 സീറ്റുകൾ നേടിക്കൊണ്ട് കേരളത്തിലേക്ക് ഭരണത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള തമ്മിലടി നമുക്ക് അറിയാമല്ലോ. എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFന് ഭൂരിപക്ഷം കിട്ടുമെന്നും അധികാരത്തിലേക്ക് എത്തും ചെയ്യുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീട് പൂർണ്ണമായി നിർമ്മിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും UDFൻ്റെ തലയിലേക്ക് പോകുന്നു. അപ്പോൾ നിലവിലുള്ള സർക്കാരിൻ്റെ തലയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ വീട് ബാക്കിയുള്ളത് കൂടി ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളോട് ഏകോപിപ്പിച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ടൗൺഷിപ്പ് പദ്ധതി, ഒരു പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഒരു സർക്കാർ എന്നുള്ള കയ്യടി നേടിയെടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അല്ല വേറൊന്നുമല്ല. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ചില ചട്ടുകങ്ങളെ രംഗത്തിറക്കി വിട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും അലമ്പാക്കുക, അതായത് ബെടക്കാക്കി തനിക്കാക്കുക എന്നൊരു വടക്കൻ പഴമൊഴിയുണ്ട്. അതാണ് ഇപ്പോൾ ശരിക്കും യൂത്തന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കി നമുക്ക് പറയേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതുവരെയായി ഒരു കല്ലിന് പുറത്ത് ഒരു കല്ലെടുത്ത് വയ്ക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വരുന്ന ഫണ്ട് അത്രയും തങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതല്ലേ? അപ്പോൾ ആ ഫണ്ട് തങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നാടകം അവിടെ അവതരിപ്പിച്ചാൽ തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് വരേക്കും ഈ പറയുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ മയക്കി നിർത്താൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം. കാരണം കോൺഗ്രസ്സുകാരൻ്റെ വീട് വെക്കാൻ പോകുന്നു, ദേ വെച്ച് തുടങ്ങുന്നു, ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി പൊതുജനത്തിനിടയിലേക്ക് എത്തും. അപ്പോൾ ജനം എന്ത് ചെയ്യും? ഇത് വിശ്വസിക്കും. ഇതേ കണ്ടില്ലേ, കോൺഗ്രസ്സുകാരെ കണ്ടില്ലേ, അവർ വീട് വെച്ച് തുടങ്ങിയിരിക്കുന്നു, അവരുടനെ വീട് വെക്കും. അപ്പോൾ കോൺഗ്രസ്സുകാർക്കുള്ള വീടും കോൺഗ്രസ്സുകാരെ വീട് പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്കും വീട് കിട്ടും. അപ്പോൾ കോൺഗ്രസ് എത്രത്തോളം എഫർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത്, സർക്കാർ തുടങ്ങി വെച്ച ടൗൺഷിപ്പ് പദ്ധതി അത് ഇച്ഛാശക്തിയോടുകൂടി പൂർത്തീകരിച്ച് പിന്നെ തന്നെയുമല്ല അവിടെ കൂടുതൽ ഒരു അഡീഷണൽ ചേർക്കലുകളൊക്കെ നടത്തി അതിനെ ജനത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സർക്കാരായി UDF സർക്കാർ മാറുകയും ചെയ്യും. ഈ രണ്ട് ഉദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ബെടക്കാക്കി തനിക്കാക്കൽ പരിപാടി എന്ന് നമുക്ക് വളരെ ഭംഗിയോടുകൂടി പറയേണ്ടി വരും. അതിനാണ് ഇപ്പോൾ പരിപൂർണമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ VD സതീശൻ പറഞ്ഞത്, നിങ്ങൾ കണ്ടിരുന്നില്ലേ അവിടെ ഞങ്ങൾ വീട് വെച്ച് തുടങ്ങിയല്ലോ, നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നതിന് കാരണം അതായിരിക്കാം. ഇനിയും ഈ പറയുന്ന വസ്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3.25 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ചില ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കിയാണ്. അതിന് ഡോക്യുമെന്റേഷൻ ആരുടെ പേരിലാണ്, ആരുടെ പേരിലേക്കാണ്, അതിന് പ്ലോട്ടുകൾ തിരിച്ചിട്ടാണോ, അത് ഓരോരുത്തർക്കും വീടുകളും പ്ലോട്ടുകളുമായി വിതരണം ചെയ്യുകയാണോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുമുള്ള യാതൊരു വിധത്തിലുമുള്ള നടപടിക്രമങ്ങളോ വിവരങ്ങളോ ഇവിടെ നമുക്ക് ലഭ്യമല്ല. ഇപ്പോൾ പറയുന്നത് സതീശൻ്റെയും സണ്ണി ജോസഫിൻ്റെയും പേരിലാണ് വസ്തു മേടിച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി 3.25 ഏക്കർ മേടിച്ചിട്ടിരിക്കുന്നത് പറയുന്നു. ഈ 3.25 ഏക്കറിൽ 100 വീട് എന്ന് പറയുന്ന ഒരു പദ്ധതി അസംഭവ്യമാണ്, നടക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പിന്നെ ഒരു 100 വീടൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ 3.25 ഏക്കർ എന്ത് ചെയ്യാനാണ്? നമുക്ക് പിന്നെ ആകെ പടം 300 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ 300 സെൻറ്റിൽ 3 സെൻറ്റ് ഒരു വീടുമാണോ ഇവരുദ്ദേശിക്കുന്നത്? അല്ല, വീണ്ടും അഡീഷണൽ പടം പിന്നെ അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അഡീഷണൽ സ്ഥലം ഇപ്പോൾ 2.5 ഏക്കർ എവിടെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, അത് എവിടെയാണ് എന്ന് പോലും അറിയില്ല. എന്ന് വെച്ചാൽ ഈ സ്ഥലം മേടിച്ചു എന്ന് പറയുന്ന ഒരു തോന്നൽ പൊതുജനത്തിനിടയിൽ ഉണ്ടാക്കി. ഈ 3.25 ഏക്കറും ഈ 2 ഏക്കർ ചില്ലുവാനം ഭൂമിയും ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു തോന്നലുണ്ടാക്കി. മതി, അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും മതി. അതിനുവേണ്ടി പിരിച്ച പണം അവിടെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. KPCC 90 ലക്ഷത്തിലധികം രൂപ എടുത്തു എന്ന് പറയുന്നു, എടുത്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. കാരണം ഒരിടത്ത് പോലും കൃത്യമായ കണക്കുകളില്ല എന്നുള്ളതാണ്. വെറുതെ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്ന് അവതരിപ്പിക്കേണ്ടതാണോ KPCC എന്ന് പറയുന്ന സംഘടന കേരളം മുഴുവൻ നടത്തിയ പിരിവും അത് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളും? അല്ല.
അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാവണം. അതെല്ലാം മാധ്യമപ്രവർത്തകരുടെ കയ്യിലേക്ക് കിട്ടുകയും വേണം. അത് പൊതുജനങ്ങൾക്ക് വ്യക്തമായി അറിയുകയും വേണം. കാരണം ഇത് സണ്ണി ജോസഫ് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പണമല്ല, വി ഡി സതീശൻ സ്വന്തമായി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പണമല്ല, ഈ പറയുന്ന കെ സുധാകരൻ്റെയോ കെ സി വേണുഗോപാലിൻ്റെയോ രമേശ് ചെന്നിത്തലയുടെയോ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ല, ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ പണമാണ് ഇത്. അപ്പോൾ തീർച്ചയായും ആ കണക്കുകൾ ജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയണം. ഇതുവരെ അതുണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ പണം വേറെ ഏതോ വഴിക്ക് ചെലവായി എന്നും തൽക്കാലത്തേക്ക് ഞങ്ങളിവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ വോട്ട് പിടുങ്ങാൻ വേണ്ടി നടത്തിയ കപടതന്ത്രവുമായിരുന്നു ഇത്. ഇക്കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കും അറിയാം, ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്കും അറിയാം. അപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇത് നമുക്കറിയാവുന്ന പോലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇവിടെ വന്ന് വയനാട്ടിൽ വന്ന് നാടകം കളിച്ച് പോയതിനു ശേഷം ആ ജനങ്ങളെ വഞ്ചിച്ചതുപോലെ അവരുടെ ഇനി ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാടുകാരുടെ വോട്ട് മേടിച്ചിട്ടല്ല അവരെ പറ്റിച്ചത്. അത് പുള്ളിയുടെ ഒരു പ്ലസ് പോയിന്റ് അങ്ങനെ അവിടെയുണ്ട്. അതേസമയം വയനാട്ടിലെ ജനങ്ങളുടെ വോട്ടും മേടിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് പോയ രണ്ട് നേതാക്കന്മാർ അവരെ നന്ദികേട് കാണിച്ചു എന്ന് കൂടി പറയേണ്ടി വരും. അതല്ലേ സത്യത്തിൽ വയനാട്ടിൽ നടന്നത്? അപ്പോൾ ഇങ്ങനെ ചില കള്ളക്കളികളും ഇങ്ങനത്തെ ചില കൊടിയ വഞ്ചനകളുമൊക്കെ ആയിട്ടാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ ഇത്ര നാളും പിടിച്ചു നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവരുദ്ദേശിക്കുന്ന ഇത്ര മാത്രം, എങ്ങനെയെങ്കിലും ഈ പറയുന്ന ടൗൺഷിപ്പ് പദ്ധതി കൂടി തങ്ങളുടെ പേരിലേക്ക് തങ്ങളുടെ ക്രെഡിറ്റിലേക്ക് ചേർക്കാൻ കഴിയണം. ഇതിനു വേണ്ടിയിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്ര ശ്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പലരെയും ചട്ടുകങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും കേട്ടിട്ടില്ല ഇതുവരെ പോണ്ടിങ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം. ഈ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്തരം ടെസ്റ്റിൻ്റെ പേരുകൾ പോലും നമ്മൾ കേൾക്കുന്നത്. അതിനെന്തൊക്കെ ഗ്രൗണ്ട് ഫില്ലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. ഇവിടെ കരാറുണ്ട്, 5 വർഷത്തേക്ക് ഒരാളെങ്കിലുമായി കരാറുണ്ടെന്നേ. അതിൻ്റെ ഇതുവരെ അപാകതകളെല്ലാം പരിഹരിക്കപ്പെടാം, തകരാറുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം കൃത്യമായി അവർ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതെല്ലാം അവർ വളരെ കൃത്യമായി ചെയ്തു തന്നെ പോകും. ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റിൽ വിജയിച്ച് അല്ലെങ്കിൽ ആ ടെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും സംവിധാനങ്ങളോടും കൂടി മാത്രമേ സർക്കാർ ഈ പറയുന്ന പൊതുജനത്തിനായി ആ വയനാട്ടിലെ ജനങ്ങൾക്കായി ആ വീട് വിട്ടുകൊടുക്കൂ. അല്ലാതെ ഈ പറയുന്ന സർക്കാർ കോൺഗ്രസിൻ്റെ വീടും വിശ്വസിച്ച് മേലോട്ടും നോക്കി ഇപ്പോൾ പെയ്യും എന്ന് കാത്തിരിക്കുന്ന ഈ മരുഭൂമിയിലിരിക്കുന്ന കുറേ ജീവികളുണ്ടല്ലോ, അതുപോലെ ഇരിക്കാൻ വയനാട്ടിലെ ഒരു ജനതയെ പോലും സർക്കാർ അനുവദിക്കില്ല എന്ന് മാത്രം പറയുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.